हिन्दुरक्षा ममादीक्षा। ആദ്യമേ തന്നെ എൻ്റെ സർവ്വസങ്കല്പങ്ങളും വാക്കുകളും എൻ്റെ മാതാവും പിതാവും ഗുരുവും ഈശ്വരനുമായ ബാബയുടെ പാദങ്ങളിൽ പൂജാപുഷ്പങ്ങൾ എന്ന വണ്ണം സമർപ്പിക്കുന്നു. ഋഷി കുലത്തിൻ്റെയും ഗുരുപരമ്പരകളുടെയും ദിവ്യമായ സങ്കല്പത്താൽ ഇവിടെ വേദിയെയും സദസ്സിനെയും ധന്യമാക്കിയ നിങ്ങൾ ഓരോരുത്തരുടെയും പാദങ്ങളിൽ അതേ ശ്രദ്ധയോടും ഭക്തിയോടും കൂടി നമസ്കരിക്കട്ടെ. വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വ്രത എന്ന് ഭക്തന്മാരോട് ചോദിച്ച പൂന്താനത്തിന്റെ പേരിലുള്ള ഒരു നഗറിലാണ് ഈ ഹിന്ദു ഏകതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. ഒരുപക്ഷെ യാദൃശികമാണോ അതോ സംഘാടകർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇന്ന് ആ പൂന്താനത്തിന്റെ ജന്മദിനമാണ്. നമ്മളിവിടെ എന്ത് ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയിട്ടാണോ ഒത്തുകൂടിയിട്ടുള്ളത്, ആ ഹിന്ദു ഏകത എന്നുള്ളത് കേവലം ഒരു സമ്മേളനത്തിൽ ഒതുങ്ങി കുറച്ച് പ്രഭാഷണങ്ങൾ കേട്ട് തിരിച്ചു പോകുന്ന ഒന്നായി ഒരിക്കലും മാറരുത്. ഒരു മാറ്റത്തിന് കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇവിടെ സമയം ചെലവഴിക്കുന്നത് അർത്ഥപൂർണമാവുകയുള്ളൂ. ഭാരതത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് ഈ ഹിന്ദുത്വമാണ്. ഈ ഹിന്ദുത്വത്തിന്റെ സുവർണ കാലഘട്ടത്തിലാണ് ഭാരതം ഒരു കാലത്ത് വിശ്വഗുരുവായി വിരാജിച്ചിരുന്നത്. ഭാരതം എന്ന പേര് തന്നെ ഭാസിൽ രമിക്കുന്നത് എന്നാണ്, അറിവിൽ രമിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊക്കെ അറിവിനെയാണ് ബഹുമാനിച്ചിരുന്നത്. സനാതനം എന്ന വാക്ക് തന്നെ നശിക്കാത്തത് എന്നുള്ളതാണ്, ഒരു നൈരന്തര്യം ഉള്ളത് എന്നുള്ളതാണ്. നമ്മളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ധർമ്മം എന്ന വാക്ക്, ആ വാക്കിന്റെ പ്രാധാന്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. കാരണം ലോക ഭാഷയില് ഈ ധർമ്മം എന്ന വാക്കിന് കൃത്യമായ പരിഭാഷ ഇല്ല എന്നുള്ളത്. അതിനെയാണ് ധർമ്മം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാലത്ത് ഈ വിശ്വഗുരു സ്ഥാനം അലങ്കരിച്ചിരുന്ന ഭാരതം, നമ്മളൊക്കെ നമ്മുടെയൊക്കെ കുട്ടികൾ പഠിക്കുന്നത് പോലെ, ചരിത്രത്തിൽ പറയുന്നത് പോലെ ബ്രിട്ടീഷുകാരന്റെ വരവോട് കൂടിയിട്ട് ഇവിടെ റെയിൽ സ്ഥാപിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാരന്റെ വരവോട് കൂടിയിട്ട് ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായി. ബ്രിട്ടീഷുകാരന്റെ വരവോട് കൂടിയിട്ട് ഇന്ത്യ ജനിച്ചു എന്നൊക്കെയാണ് നമ്മുടെ കുട്ടികൾ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്രയേറെ ആക്രമണകാരികളെ കൊണ്ട്
ചവിട്ടി മെതിക്കപ്പെട്ട ഒരു സംസ്കാരം ഈ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. ഈജിപ്ഷ്യൻ സംസ്കാരമാണെങ്കിലും മെസപ്പൊട്ടോമിയൻ സംസ്കാരമാണെങ്കിലും റോമൻ സംസ്കാരമാണെങ്കിലും ഒക്കെ ഇന്ന് ചവറ്റുകുട്ടയിൽ അതിന്റെ സ്ഥാനം. എന്നാൽ ഇത്രയേറെ ആയിരത്താണ്ടുകള് അടിമത്തത്തിന്റെ അപമാന ഭാരം പേറിയിട്ടും ഭാരതത്തിന്റെ സംസ്കാരം ഇന്നും ലോകത്തിനൊരു പ്രതിസന്ധി വരുന്ന സമയത്ത് ഈ ലോക ജനതയ്ക്ക് എവിടെയാണോ ആശ്രയമായിട്ടുള്ളത്, ഈ ലോകത്തിന് മുഴുവൻ എവിടെയാണോ വെളിച്ചം പകരുന്നത്, ആ രീതിയിൽ ഭാരതം ഇന്നും തലയുയർത്തി നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കണം, 700 വർഷത്തോളം മുസ്ലിം ആക്രമണകാരികള് ഈ ഭാരതത്തെ ഭരിച്ചു എന്നല്ല പറയേണ്ടത്, ഭാരതത്തെ കൊള്ളയടിച്ചു. ഇവിടുത്തെ ഭൗതിക സ്വത്തുക്കള് കൊള്ളയടിക്കുന്ന അവര് മനസ്സിലാക്കി ഭാരതത്തെ തോൽപ്പിക്കണമെങ്കിൽ ഇവിടുത്തെ ഭൗതിക സ്വത്തുക്കളല്ല കൊള്ളയടിക്കേണ്ടത്, മറിച്ച് ഇവിടുത്തെ ആത്മാഭിമാനമാണ് തകർക്കേണ്ടത്, ഇവിടുത്തെ ആത്മീയതയെയാണ് തകർക്കേണ്ടത്, ഇവിടുത്തെ ആധ്യാത്മികതയെയാണ് തകർക്കേണ്ടത്. അതിന്റെ ഭാഗമായിട്ട് നമ്മളൊക്കെ പവിത്രമായി കരുതുന്ന കാശി നമുക്ക് നഷ്ടപ്പെട്ടു, അയോധ്യ നമുക്ക് നഷ്ടപ്പെട്ടു, മധുര നമുക്ക് നഷ്ടപ്പെട്ടു, ഒട്ടേറെ ക്ഷേത്രങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു, കോടിക്കണക്കിന് സ്വത്തുക്കൾ കൊള്ളയടിക്കപ്പെട്ടു. പലതവണ സോമനാഥ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു. ഹിന്ദുക്കൾക്ക് ഇവിടെ ജീവിക്കാൻ നികുതി കൊടുക്കേണ്ട അവസ്ഥയുണ്ടായി. അതിനെല്ലാം ശേഷം കടന്നു വന്ന യൂറോപ്യൻസ് അവര് മാത്രം ഏകദേശം 70 ട്രില്യൺ കോടി രൂപയാണ് ഭാരതത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയി. 70 ട്രില്യൺ കോടി രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്കയുടെ GDP-യുടെ എത്രയോ ഇരട്ടിയാണ് എന്നത്. അങ്ങനെയൊക്കെ ആയിരത്താണ്ടുകൾ കൊണ്ട് നശിപ്പിച്ച ഭാരതം, എന്നിട്ടും നമ്മള് തല ഉയർത്തി നിന്നു. പിന്നീട് നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളിലൂടെ, ചട്ടമ്പി സ്വാമികളിലൂടെ, ശ്രീനാരായണ ഗുരുദേവനിലൂടെ, ശുഭാനന്ദ സ്വാമികളിലൂടെ തുടങ്ങിയ അനേകം ഗുരു പരമ്പരകളിലൂടെ ഈ സനാതനധർമ്മം നിലനിന്നത് കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ ഓരോ സമയത്തും സ്വയം നവീകരിച്ചുകൊണ്ട്, സ്വയം തിരുത്തലുകൾ വരുത്തിക്കൊണ്ട്, സ്വയം മാറിക്കൊണ്ട് ഈ ജനസഞ്ചയത്തെ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങൾ ഭാരതത്തിൽ ജനിച്ചിട്ടുള്ളത്, ആ ലക്ഷ്യത്തിലേക്ക് ഈ ജനതയെ കൈപിടിച്ചു ഉയർത്തിയ ആ ഒരു ഗുരു പരമ്പരകളുടെ സാമീപ്യമുണ്ട്. കാരണം നമുക്ക് ഉറപ്പാണ്, ഭഗവാൻ നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. എന്താണ്? യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴാണോ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, ആ സമയത്ത് ഞാൻ അവതരിക്കുമെന്ന് ഭഗവാൻ നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ അനവധി ഋഷി പരമ്പരകളിലൂടെയും ഗുരു പരമ്പരകളിലൂടെയും അവതാരമെടുത്ത് ഈ ഭാരതത്തിന്റെ ആത്മീയതയെ നിലനിർത്തി. പക്ഷേ എല്ലാ കാലത്തും ഭാരതത്തെ തകർക്കണമെന്ന് ചിന്തിച്ചിരുന്നവരെ
ഭാരതത്തിന്റെ ആത്മീയതയെ ആണ് ലക്ഷ്യം വെച്ചിരുന്നത്. അവരെല്ലാവരും ഭാരതത്തിന്റെ ആത്മീയതയാണ് ലക്ഷ്യം വെച്ചിരുന്നത്. അതിനെന്ത് വേണമായിരുന്നു? ഇവിടെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അറിയാത്ത, നമ്മുടെ പാരമ്പര്യത്തെക്കുറിച്ച് അഭിമാനബോധമില്ലാത്ത, നമ്മുടെ സംസ്കൃതിയെക്കുറിച്ച് അറിയാത്ത, നമ്മുടെ പുരാണങ്ങളെക്കുറിച്ച് അറിയാത്ത, വേദങ്ങളെക്കുറിച്ച് അറിയാത്ത, സംസ്കൃതത്തെക്കുറിച്ച് അറിയാത്ത ഒരു ജനത വളർന്നു വരേണ്ടത് ആവശ്യമായിരുന്നു. അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്തു അവര്? നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മുച്ചൂടും നശിപ്പിച്ചു. ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സ്ഥലനാമങ്ങള് അവർക്ക് പറ്റാവുന്നത് മുഴുവൻ അവര് മാറ്റി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഭാരതത്തിന്റെ ഓരോ മണ്ണിനും നമ്മുടെ പുരാണവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയാനുണ്ടാകുന്നു. പുരാണവുമായി ബന്ധപ്പെട്ട ഒരു കഥ നിങ്ങളുടെ ആ മണ്ണിന് പറയാനുണ്ടാവുന്നു. അവിടെ ജീവിക്കുന്നവർക്ക് അവരുടെ ആ ഒരു പാരമ്പര്യത്തെ എടുത്തു പറയാനുണ്ടാകുന്നു. ആ പാരമ്പര്യത്തിന്റെ ആ നൈരന്തര്യം നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് അവർ സ്ഥലനാമങ്ങൾ മുഴുവൻ മാറ്റി. അല്ലെ? നമ്മൾ കഴിഞ്ഞ വർഷത്തില് കുംഭമേള നടന്ന പ്രയാഗ്രാജ്, എല്ലാവരുടെയും മനസ്സിലെ ആനന്ദത്തിന്റെ ആ ഒളി വെട്ടം വീശിയ ആ ഒരു പാട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഏ പ്രയാഗ്രാജ് എന്ന് പറഞ്ഞിട്ട്. ആ പ്രയാഗ്രാജിന്റെ പേര് അലഹബാദ് എന്നായി മാറ്റിയിരുന്നു. പിന്നീട് സ്വാഭിമാനികളായിട്ടുള്ള ഹൈന്ദവരുടെ ആ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നവരുടെ ഭരണം വന്ന സമയത്താണ് നമുക്ക് ആ അലഹബാദ് എന്ന പേര് മാറ്റി പ്രയാഗ്രാജ് എന്ന് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ആദർശ പുരുഷനായിട്ടുള്ള, മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ജന്മസ്ഥാനത്തുണ്ടായിരുന്ന ക്ഷേത്രം തകർത്തിട്ട് ആ ക്ഷേത്രം നമുക്ക് പുനർനിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് 592 വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. നമ്മൾ പറയുന്നു സനാതനധർമ്മം നശിക്കില്ല എന്ന്. ഇതെങ്ങനെയാ നശിക്കാതിരിക്കാം? ധർമ്മത്തിന് ഒരേ ഒരു മുഖമേ ഉള്ളൂ. എന്താണ് അത്? ആചരണമാണ്. അല്ലെ, നമ്മൾ പറയാറുണ്ട് സത്യം വദ ധർമ്മം ചര. എന്താണ്? ധർമ്മം ആചരിക്കുകയാണ് വേണ്ടത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു കാലത്ത് നമ്മുടെ സിന്ധു നദീതട സംസ്കാരം ഉദയം ചെയ്ത ആ ഭൂപ്രദേശം ഇന്ന് ഭാരതത്തിലുണ്ടോ? ഇല്ല. രാഷ്ട്രീയപരമായിട്ട് മുറിച്ചു മാറ്റപ്പെട്ടു. അല്ലെ? ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ധർമ്മഭക്തിയായിട്ടുള്ള ജാനകി ദേവിയുടെ ജന്മസ്ഥലം അത് ഇന്ന് ഭാരതത്തിലുണ്ടോ? ഇല്ല. രാഷ്ട്രീയപരമായിട്ട് മുറിച്ചു മാറ്റപ്പെട്ടു. ഏറ്റവും ശക്തമായിട്ട് ശാക്തേയ സമ്പ്രദായങ്ങൾ നിലനിന്ന ദേവി ഉപാസന നടന്നിരുന്ന ബംഗ്ലാദേശ് ഇന്ന് ഭാരതത്തിന്റെ ഭാഗമാണോ? അല്ല, നഷ്ടപ്പെട്ടു. അങ്ങനെ സനാതന ധർമ്മം ആചരിക്കുന്ന ഭൂപ്രദേശങ്ങൾ മുഴുവൻ കഷ്ടമായി നഷ്ടപ്പെട്ട് ഇന്ന് ആ പ്രദേശങ്ങളിൽ സനാതന ധർമ്മം ആചരിക്കുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞിരിക്കുന്നു. നമ്മളിങ്ങ് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ സനാതന ധർമ്മത്തെ ബഹുമാനിക്കുന്നവരാണോ നമ്മളെ ഭരിക്കുന്നവര്? ഇതിനെ അംഗീകരിക്കുന്നവരാണോ നമ്മളെ ഭരിക്കുന്നവര്? ഇന്നത്തെ ജനാധിപത്യ സമ്പ്രദായത്തിലെ ഭരണകൂടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം അവരാണ് വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നിശ്ചയിക്കുന്നത്. അവരാണ് ഈ നാട്ടിൽ എന്ത് നടക്കണമെന്ന് നിശ്ചയിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മഹാമാഗം എന്ന പേരിലെ വിരാട ഹിന്ദുവിന്റെ ഒരു വലിയ കൂട്ടായ്മ തിരുനാവായിൽ നടന്ന സമയത്ത്
നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതിന്റെ വ്യാപ്തി. കേരളത്തിൽ ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത ഏറ്റവും വലിയ ആത്മീയ സംഗമമായിരുന്നു കേരള കുംഭമേള എന്നറിയപ്പെട്ട ആ മഹാമാഗം. കേരളത്തിൽ ഇന്നേ വരെ അത്രയും വലിയ ഒരു ആത്മീയ സംഗമം ഒരാളും സംഘടിപ്പിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടി പോലും അത്രയും വലിയ ഒരു രാഷ്ട്രീയ സംഗമം കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തില് കേരളത്തിന്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ ആ ഹൈന്ദവ സംഗമത്തിന് ഒരാശംസ അർപ്പിച്ച് സംസാരിക്കാൻ ഇവിടെയുള്ള ആര് തയ്യാറായി എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നാളെ നിങ്ങൾക്കൊരു അപകടം വന്നാൽ നിങ്ങളെ രക്ഷിക്കാൻ ആരുണ്ടാവുമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇത്തരത്തില് ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് വേണം നമ്മള് നമ്മുടെ ആശയങ്ങൾ രൂപപ്പെടുത്തുന്നതിനും നമ്മുടെ നിലനിൽപ്പിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെ ഈ ആധുനിക രാഷ്ട്രീയക്കാരും ഈ സനാതന ധർമ്മത്തെ ആചരിക്കുന്നവരെ പിന്നോക്കക്കാരനെന്നും മുന്നോക്കക്കാരനെന്നും പുലയനെന്നും മുക്കുവനെന്നും നായരെന്നും നമ്പൂതിരിയെന്നും OBC എന്നും ദളിതനെന്നും ആദിവാസി എന്നും ഒക്കെ പേരുകളിട്ട് വിവിധ തട്ടുകളാക്കി മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ കേവലം താൽക്കാലികമായ ദീർഘവീക്ഷണമില്ലാത്ത നമ്മുടെ സമൂഹം താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി അപ്പകഷ്ണത്തിന് വേണ്ടിയിട്ട് അവരുടെ ഈ ചതിക്കുഴികളിൽ ചെന്ന് പെട്ട് വിഘടിച്ചു നിൽക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സ്വത്വം എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നായരായിക്കോട്ടെ, നമ്പൂരി ആയിക്കോട്ടെ, പുലയനായിക്കോട്ടെ, മുക്കുവനായിക്കോട്ടെ, ദളിതനായിക്കോട്ടെ, ആദിവാസി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ആത്യന്തികമായി നമ്മൾ ഹിന്ദുവാണ്. ആത്യന്തികമായി നമ്മൾ ഈ ഭാരതാംബയുടെ പുത്രനും പുത്രിയുമാണ് എന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഈ സനാതന ധർമ്മത്തെ നമുക്ക് അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ വേണ്ടിയിട്ട് സാധ്യമാവുകയുള്ളൂ. എന്തുകൊണ്ട് സനാതന ധർമ്മം നിലനിൽക്കണമെന്ന് ചിന്തിച്ചാൽ ഈ ലോകത്ത് വസുദൈവ കുടുംബകം എന്ന ആപ്തവാക്യം ജീവിതത്തിൽ പകർത്തുന്ന ഒരേ ഒരു ജനതയേ ഉള്ളൂ, അത് ഭാരതീയരാണ്. ലോകാ സമസ്ത സുഖനോ ഭവന്തു എന്ന് ഈ ലോകത്ത് തന്റെ പ്രാർത്ഥന ഉൾപ്പെടുത്തുന്ന ഒരേ ഒരു ജനതയേ ഉള്ളൂ, അത് ഭാരതീയരാണ്. അങ്ങനെ ലോകത്തിന് മുഴുവൻ സുഖം വരണമെന്ന് ചിന്തിക്കുന്ന ഒരു ജനതയ്ക്ക് മാത്രമേ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഈ ലോകത്തെ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും നയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതിന് നമ്മൾ എന്ത് വേണം? പഞ്ചതന്ത്രത്തിലെ ഒരു കഥ പറയുന്നുണ്ട്. പഞ്ചതന്ത്രം നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേൾക്കാൻ സാധ്യതയില്ല. വിഷ്ണു ശർമ്മൻ എന്ന ഒരു പുരോഹിതൻ വെറും കൊച്ചു കൊച്ചു കഥകളിലൂടെ ഒരു ഹിന്ദു സാമ്രാജ്യം പടുത്തുയർത്തിയ ഒരു കഥകളാണ് ഈ പഞ്ചതന്ത്ര കഥകൾ. ആ കഥയിലൊരു കഥ സൂചിപ്പിക്കുന്നുണ്ട്. കുറച്ച് പ്രാവുകള് ഭക്ഷണം കണ്ടിട്ട് കൊത്തി എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഈ ഭക്ഷണം ഒരു വേടൻ അവിടെ വിരിച്ചിട്ടിരിക്കുകയായിരുന്നു. അതിന്റെ മുകളിൽ ഒരു വലയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വല കാണാതെ പക്ഷികൾ പറന്നിറങ്ങി ഭക്ഷണം കൊത്തി തിന്നുന്നതിനിടയിൽ എല്ലാവരും ഒറ്റക്കെട്ടായി ഈ വലയിൽ കുടുങ്ങി. ഓരോരുത്തർ ഓരോ വഴിയിലേക്ക് പറന്നുയരാൻ ശ്രമിച്ചെങ്കിലും ഒന്നിനും സാധിച്ചില്ല. ഈ വലയിൽ കുടുങ്ങിയവരെ ഈ പക്ഷികൾ മുഴുവൻ നിൽക്കുകയാണ്. അവസാനം ആ പക്ഷികളിലെ
നേതാവ് ഉണ്ടായിരുന്നു. ആ നേതാവ് പറഞ്ഞു, നമുക്ക് ഒറ്റക്കെട്ടായി ഈ വലയും പൊന്തിച്ച് പറക്കാം. അങ്ങനെ അവര് 3, 1, 2, 3 വിസിൽ കൊടുത്തു. എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി ഈ വലയും പൊന്തിച്ച് പറന്നുയർന്നു. പിന്നീട് അവരുടെ ഒരു സുഹൃത്തായിട്ടുള്ള ഈയുടെ സഹായത്തോട് കൂടിയിട്ട് വല മുറിച്ച് അവര് രക്ഷപ്പെട്ടു ഈ വേടന്റെ കയ്യിൽ നിന്ന് എന്നുള്ളതാണ്. എല്ലാം കൊത്തി ഇറങ്ങാൻ വേണ്ടിയിട്ട് പല പല രീതിയിൽ നമ്മള് വന്ന് വലയിൽ കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി കൈകോർത്ത് പിടിച്ച് ഈ വലയും പൊന്തിച്ച് പറക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് ഈ ഭാരത ഭൂമിയുടെ രക്ഷ നമ്മളിലൂടെ തന്നെ നടത്താൻ വേണ്ടി സാധിക്കുന്നു. അതിന് നിങ്ങളുടെ ചിന്തയെ പ്രചോദിപ്പിക്കുന്നതായിരിക്കണം ഈ ഹിന്ദു ഏകതാ സമ്മേളനം. സംഘടിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇടയിലുള്ള എല്ലാ വൈജാത്യങ്ങളെയും നമുക്ക് മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ കൈയും കാലും മുഖവും വിരലുകളും ഒക്കെ പോലെ അതെല്ലാം ഒരു ശരീരത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുന്നത് പോലെ നിങ്ങൾ ഇന്ന് പ്രതിനിധാനം ചെയ്യുന്ന ഐഡന്റിറ്റി എന്താണെങ്കിലും അതേ സ്വത്വബോധം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മളെല്ലാവരും സനാതന ധർമ്മം പറക്കാം. ഈശ്വരൻ നിങ്ങൾക്കുള്ള ലക്ഷ്യം അത് അങ്ങ് ആകാശം വരെ ഉയർത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ഹിന്ദു ഏകതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഹിന്ദു രക്ഷാ മമ